കുട്ടികളുമായിട്ട് വഴക്കും തർക്കവും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെയുള്ള ധാരാളം പേരൻസ് ഉണ്ട്. ചില പേരൻസിനോട് കുട്ടികൾ സംസാരിക്കുന്നേ ഇല്ല, ചില പേരൻസ് കുട്ടികളോട് സംസാരിക്കുന്നില്ല. പിണങ്ങിയിരുന്നിട്ട് 10 ദിവസമായി എന്ന് പറഞ്ഞൊരു പേരൻ്റ് കഴിഞ്ഞ ദിവസം വിളിച്ചു. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ എങ്ങനെയാണ് ടീനേജ് കുട്ടികളുമായിട്ട് നമുക്ക് കൂടുതലൊരു ആത്മബന്ധം, കുറച്ചുകൂടെ ഒരു വൈകാരിക ബന്ധം, കുറച്ചുകൂടെ ഒരു സ്നേഹം ഒക്കെ രൂപപ്പെടുത്താൻ സാധിക്കും? എങ്ങനെയാണ് റാപ്പ് ബിൽഡ് ചെയ്യേണ്ടത്? എങ്ങനെയാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്? എങ്ങനെ അവരെ ഇൻസ്പയർ ചെയ്യാം? എങ്ങനെ അവരെ ചേഞ്ച് ചെയ്യാം? എങ്ങനെ അവരെ റിഫോം ചെയ്യാം? അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ടീനേജിലേക്ക് വരുമ്പോൾ കുട്ടികളെ ഒരു പിടുത്തം കിട്ടാത്ത പല മാതാപിതാക്കളുമുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ചെറിയ പ്രായത്തിൽ അവരെ നമുക്ക് കൂടെ നിന്ന് വളർത്താൻ പറ്റിയില്ല. ജോലിത്തിരക്ക് കാരണം അധികം സമയം അവരോടൊപ്പം കിട്ടിയില്ല. അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസാണ് വളർത്തിയത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഓവർ പേരൻറ്റിങ്, നമ്മൾ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ പേരൻറ്റിങ് ഇച്ചിരി കൂടുതലായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ കുട്ടികളും പേരൻറ്റും തമ്മിലൊരു ടീനേജിൽ വരുമ്പോൾ ഒരു പിടുത്തം കിട്ടാത്ത അവസ്ഥയുണ്ട്. കുട്ടികളുടെ ഒരു ലെവല് നമുക്കങ്ങോട്ട് ദഹിക്കുന്നില്ല, കുട്ടികൾക്ക് നമ്മളെ അങ്ങോട്ട് ദഹിക്കുന്നില്ല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ധാരാളം ഉണ്ടാകാറുണ്ട്. അത്തരം ഒരുപാട് പേരൻസുമായിട്ട് ഞാൻ സംസാരിക്കാറുമുണ്ട്. ഞാൻ പേരൻസിനോടെല്ലാം പറയുന്നൊരു കാര്യം, നമുക്ക് കുട്ടികളിൽ എന്ത് മാറ്റവും ആഗ്രഹിക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷേ കുട്ടികളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സാധ്യമാകണമെങ്കിൽ ആദ്യം അവരുമായിട്ടൊന്ന് നന്നായി കണക്റ്റ് ചെയ്യണം. ഒരു ഇമോഷണൽ ബോണ്ട് അവരുമായിട്ട് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്ന് ഇച്ചിരി അകന്ന് മാനസികമായി നിൽക്കുന്നു എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ അവർ നമ്മൾ പറയുന്ന ഒന്നും അല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് അവർ കൂടുതൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ പഠിക്കുന്നില്ല, പ്രശ്നം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ സമയം ഒരു മൊബൈലിലിരിക്കുന്നു, കൂട്ടുകാരുമൊത്താണ്, പേരൻസുമായിട്ടൊന്നും ഇടപഴകുന്നില്ല, സംസാരിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ കംപ്ലൈൻറ്റ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടാണ്. ഇതിനു മുമ്പ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾക്കുണ്ടാകുന്ന ഏത് ബുദ്ധിമുട്ടും ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അത്തരം ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അവരുടെ ഇടയിലേക്ക് കൂടുതൽ ചെല്ലാനും, കൂടുതൽ ഇടപെടാനും, കൂടുതൽ അവരുമായി അടുക്കാനും, കൂടുതൽ വലിയൊരു ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു വലിയ അവസരവും കൂടാണ്. അപ്പം അത്തരത്തിൽ നമ്മളൊരു ഈഗോ എടുത്ത് കളഞ്ഞാൽ ഇതിനെ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഈഗോ സെൻട്രിക് ആയിട്ടിരുന്നാൽ ഇതെല്ലാം വലിയൊരു കംപ്ലൈൻ്റ് ആക്കിക്കൊണ്ട് നമ്മളിങ്ങനെ നിൽക്കും, കുട്ടിയും നിൽക്കും, അവസാനം ഒന്നും സംഭവിക്കില്ല, രണ്ടുപേരും തോറ്റുപോകും. നേരെ മറിച്ച് നമ്മൾ ആ ഈഗോ ഒക്കെ ഒന്ന് മാറ്റി വെച്ചാൽ നമുക്ക് ആ കുട്ടികളെ കുറച്ചുകൂടെ ഒന്ന് അടുത്ത് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്താം. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒരു തിരുത്തൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് വളരെ സിൻസിയറുമാണെന്നുണ്ടെങ്കിൽ, ഏറ്റവും പ്രധാനമായൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് കാം ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം നമ്മളൊന്ന് പേഴ്സണലി ഹാപ്പി ആവണം. എനിക്ക് തോന്നുന്നത് നമ്മുടെ സൈക്കോളജിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത് ഒന്ന് ബെറ്റർ ആക്കുക. പലപ്പോഴും പേരൻസ് അവരവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്ന പോലുമില്ല. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു, നമുക്കൊരു സന്തോഷമില്ല. ഇതൊക്കെ കുട്ടികളെ നമ്മളോട് അടുക്കാനുള്ള ഒരു സാധ്യത കുറയ്ക്കും. നേരെ മറിച്ച് നമ്മൾ കംഫർട്ടബിളാണ്, ഹാപ്പിയാണ്, നമുക്ക് അവരോടൊപ്പം ക്വാളിറ്റി ടൈം ചിലവഴിക്കാനുള്ള മനസ്സുണ്ട്, സന്നദ്ധതയുണ്ട്, അവർ പ്രകോപിപ്പിച്ചാലും നമ്മൾ അത്ര പെട്ടെന്ന് പ്രകോപിതരാകില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാണൊരു മെൻ്റൽ സ്റ്റേറ്റ് റൈറ്റ് ഫോർ കണക്റ്റിംഗ് വിത്ത് ചിൽഡ്രൻ. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യണം. മെൻ്റൽ ഹെൽത്ത് ഉയർന്നു നിൽക്കുന്ന മാതാപിതാക്കളുടെ കുട്ടികൾ കൂടുതൽ കോൺഫിഡൻ്റ് ആകുകയും കൂടുതൽ ദേ ഫീൽ സെക്യൂർഡ്, അവർ കുറച്ചുകൂടെ നമ്മളെ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യും. അപ്പം കൺസിസ്റ്റൻസി ഇൻ മെൻ്റൽ ഹെൽത്ത് പേരൻസിലുണ്ടാകുമ്പോൾ അത് കുട്ടികൾക്ക് ഒത്തിരി ഗുണം ചെയ്യും. മെൻ്റൽ ഹെൽത്തിൻ്റെ ഏറ്റവും വലിയ റിഫ്ലക്ഷൻ തന്നെ സന്തോഷമാണ്. പേരൻറ്റ് കുറേ കൂടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. കുട്ടികൾ നമ്മളെ അൺഹാപ്പി ആക്കാൻ നോക്കിയാൽ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കുട്ടികളൊന്നും വന്നില്ലെങ്കിലും അതുകൊണ്ടൊന്നും നമ്മൾ അൺഹാപ്പി ആവുന്നില്ല, നമ്മൾ സ്റ്റേബിളായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതാണൊരു വലിയ കണ്ടീഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് കുട്ടികളെ ആ ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തന്നെയും കുട്ടികൾ നമ്മൾ ഒരു ഹാപ്പി പേഴ്സൺ ആണെങ്കിൽ നമ്മളിലേക്ക് വരാൻ, നമ്മളെപ്പോലെ ആകാൻ ഒക്കെ അവരും ആഗ്രഹിക്കും. ഒരു കുട്ടി എന്നോട് പറഞ്ഞത്, രണ്ട് പേരൻസും ഡോക്ടേഴ്സാണ്. എന്നിട്ട് ആ മോൻ എന്നോട് പറഞ്ഞത് അവർ സ്ലേവിനെ പോലെ ജോലി ചെയ്യുന്നവരാണ്. ദേ ഡോണ്ട് എൻജോയ് ലൈഫ്, ദേ ഡോണ്ട് ഹാവ് എൻജോയ്മെൻറ്റ് ബിറ്റ്വീൻ ദം. പിന്നെ അവർക്ക് ഒന്നിനും സമയമില്ല, സാവകാശമില്ല. അപ്പോൾ അവർ തന്നെ അസ്വസ്ഥരാണ്, എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി അസ്വസ്ഥമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് അവരുമായിട്ട് അങ്ങോട്ട് കണക്റ്റ് ആകാൻ താല്പര്യമില്ല.
അപ്പോൾ താല്പര്യം ഉണ്ടാക്കുന്നതിന് ഒരു പ്രീ കണ്ടീഷൻ നമ്മൾ തന്നെ നല്ലൊരു മെൻ്റൽ ഹെൽത്തിലേക്ക് വരിക. പ്രത്യേകിച്ച് പേരൻസിന് ഒരു എക്സസൈസൊക്കെ ഉണ്ടോ, അവർക്കൊരു സോഷ്യൽ ലൈഫൊക്കെ ഉണ്ടോ, അവർക്ക് ഫ്രണ്ട്സ് ഉണ്ടോ, അവരുടെ ഒരു സ്പിരിച്വാലിറ്റി, ഫിസിക്കൽ ഹെൽത്ത്, ഈ കാര്യത്തിലൊക്കെ അവർ ഓക്കെയാണോ, ഇതൊക്കെ ഒരു കണ്ടീഷനാണ്. രണ്ടാമത് പ്രധാനമായൊരു കാര്യം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികളൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് വന്നു എന്ന് തോന്നിയാൽ നമുക്ക് കുട്ടികളാണല്ലോ ഏറ്റവും വലിയ പ്രയോറിറ്റി. അതുകൊണ്ട് തന്നെ 1-2 മാസം അവർക്ക് വേണ്ടി ഒന്ന് സമയം കണ്ടെത്തുക. മറ്റ് പരിപാടികളൊക്കെ ഒന്ന് മാറ്റിവെക്കുക. ജോലി ഉണ്ടെങ്കിൽ ആ ജോലി മാത്രം കൃത്യമായിട്ട് ചെയ്തിട്ട് ബാക്കി മുൻഗണനയെല്ലാം കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ കുട്ടികളോടൊപ്പം ക്വാളിറ്റി ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് അവസരം ഉണ്ടെങ്കിൽ അത് നമ്മളും കുട്ടികളും തമ്മിലുള്ളൊരു ബോണ്ട് കൂട്ടും. നമുക്ക് നല്ല ടൈം കുഞ്ഞുങ്ങളോടൊപ്പം ചിലവഴിക്കുക. കുഞ്ഞുങ്ങൾക്ക് ഈ പേരൻസ് കൂടുതൽ സമയം അവരോടൊപ്പം ചിലവഴിക്കുന്നത് അവർക്കിഷ്ടമാണ്. എങ്ങനെ ചിലവഴിക്കണമെന്നുള്ളത് ഞാൻ തുടർന്ന് പറയാം. സമയം അവരോടൊപ്പം ചിലവഴിക്കാൻ കഴിയുന്നത് വലിയൊരു കാര്യമാണ്. അവർക്ക് വേണ്ടി പല കാര്യങ്ങളിൽ ഇൻവോൾവ് ആകുന്നതും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ പലതും ചെയ്യുമ്പോൾ അതിനൊരു കാഴ്ചക്കാരനായിട്ടിരിക്കുന്നു, ഒരു കേൾവിക്കാരിയായിട്ടിരിക്കുന്നു, അവരെ ലിസൺ ചെയ്യാൻ താല്പര്യം. ഇതൊക്കെ കുട്ടികളെ സംബന്ധിച്ച് വളരെ താല്പര്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ക്വാളിറ്റി ടൈം ചിലവഴിക്കാനായിട്ട് നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നത്, അവർക്ക് വേണ്ടി അവരെ ഒന്ന് യാത്രയ്ക്ക് കൊണ്ടുപോകുന്നത്, അവരുമായിട്ട് പലയിടത്തുമൊക്കെ ഒന്ന് പോകുന്നത്, അവരുമായിട്ട് വെറുതെ ഒന്ന് ഇരിക്കുന്നത്, അവർക്ക് വേണ്ടി നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, അവരുടെ കഥകൾ കേൾക്കുന്നത്, അവരോട് കഥകൾ പറയുന്നത്, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നത് പേരൻറ്റിനും ഒത്തിരി നല്ലതാണ്. ഈ തിരക്ക് പിടിച്ച ഓട്ടമാണ് പലപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പിനെയൊക്കെ ഡാമേജ് ചെയ്യുന്നത്. ഓടാതിരിക്കാൻ പറ്റത്തില്ല, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും കരിയർ സംബന്ധമായ കാര്യങ്ങൾ കൊണ്ടും ഒക്കെ ഓടണം. പക്ഷേ കുട്ടികൾക്കൊരു വലിയ ആവശ്യം വരുമ്പോൾ നമുക്കൊന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമുക്കൊരു ലീഡർഷിപ്പില്ല, നമ്മൾ ഒരു സ്ലേവാണ്. ഇത് തന്നെയാണ് ആ മറ്റേ കുട്ടി പറഞ്ഞത്. കാരണം കുട്ടികൾക്ക് ആവശ്യമുണ്ട്, പക്ഷേ പേരൻ്റൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മളൊരു ലീഡർഷിപ്പ് എടുക്കും. നമ്മൾ കുട്ടികളോടൊക്കെ പറയണം, നന്നായിട്ട് പഠിച്ച് നല്ല നിലയിലൊക്കെ എത്തിയ ഹാപ്പി ആയിട്ട് ജീവിക്കാം. പക്ഷേ നല്ല നിലയിലെത്തിയ ആൾക്കാർക്ക് ഹാപ്പിനെസ് ഇല്ലെങ്കിൽ കുട്ടികൾ നമ്മളെ വിശ്വസിക്കത്തില്ല. നമ്മൾ പറയുന്നവർ കേൾക്കാൻ ഇഷ്ടപ്പെടില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇത് 2 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. കൂടുതൽ അവരെ കേൾക്കാൻ ശ്രമിക്കുക. അവരെ സ്വാധീനിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്താണ്? അവരെ കൂടുതൽ കേൾക്കുക. കൂടുതൽ കേൾക്കും തോറും നമുക്ക് അവരെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ് കൂടും. ലിസൺ മോർ, ടോക്ക് ലെസ്. കൂടുതൽ അവരെ കേൾക്കുമ്പോൾ അൺകണ്ടീഷണലായിട്ട് കേൾക്കുക, നല്ല താല്പര്യത്തോടു കൂടി കേൾക്കുക, ജഡ്ജ്മെൻ്റലാകാതെ കേൾക്കുക. അതൊക്കെ വളരെ പ്രധാനമാണ്. നമ്മൾ കേൾക്കുന്ന ഉടനെ തന്നെ അതിനെല്ലാം വിധി പറയാനൊന്നും ഇരിക്കരുത്. ലിസൺ ടു അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നത് നമുക്ക് 2 തരത്തിൽ കേൾക്കാൻ. സം പീപ്പിൾ ലിസൺ ടു റിപ്ലൈ, സം പീപ്പിൾ ലിസൺ ടു അണ്ടർസ്റ്റാൻഡ്. സോ വി ഷുഡ് ലിസൺ ടു അണ്ടർസ്റ്റാൻഡ്. അവരെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള താല്പര്യത്തോടു കൂടി കേൾക്കണം. അല്ലാതെ പെട്ടെന്ന് റിപ്ലൈ പറയാനായിട്ട് ഒരിക്കലും കേൾക്കാതിരിക്കുക. ഗിവ് റെസ്പെക്റ്റ്. അവർക്കൊരു റെസ്പെക്റ്റ് കൊടുക്കുക, അവർക്കൊരു വാല്യൂ കൊടുക്കുക, അവർക്കൊരു ഡിഗ്നിറ്റി കൊടുക്കുക. പല കുട്ടികൾക്കുമുള്ളൊരു സംശയം, എന്നെ തന്നെ ആയിരുന്നു ഈ പാരൻറ്റിന് വേണ്ടേ, അവർക്ക് വേറെ ആരെയോ വേണ്ടത്. കാരണം പലപ്പോഴും അവർ പറയുന്ന ഡിമാൻഡ്സ്, അവർ പറയുന്ന സ്റ്റാൻഡേർഡ്സ് ഒന്നും എനിക്കെത്താൻ പറ്റുന്നില്ല, എന്നെ തന്നെയാണോ ഈ പാരൻറ്റിന് വേണ്ടതെന്നൊരു സംശയം ടീനേജിലൊക്കെ പല കുട്ടികളിലും ഉണ്ടാവാറുണ്ട്. അതുപോലെ വളരെ റീസണബിൾ ആയിരിക്കണം. നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നതിന് റീസണബിലിറ്റി വേണം. അപ്പുറത്തേയും കുട്ടികളുമായിട്ടോ കസിൻസുമായിട്ടോ അല്ലെങ്കിൽ സിബ്ലിങ്സുമായിട്ടോ ഒക്കെ കുട്ടികളെ താരതമ്യം ചെയ്യുമ്പോൾ അത് തീരെ റീസണബിളല്ല. കാരണം ഓരോ കുട്ടിയും ഡിഫറെൻ്റാണ്. എന്നൊരു കുട്ടിയെക്കുറിച്ച് ഞാൻ കേട്ടു. ആ കുട്ടിയാണെങ്കിൽ ഭയങ്കരമായിട്ട് തിയേറ്റർ, ഡ്രാമ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു കുട്ടിയാണ്. എനിക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഈ കാലഘട്ടത്തിലൊക്കെ അങ്ങനത്തെ കുട്ടികൾ വളരെ കുറവാണ്. വേറൊരു കുട്ടിയെപ്പറ്റി പറഞ്ഞത്, ഈസ് ഓൾവേസ് ദെയർ ഫോർ ഹെൽപ്പിങ് അതേഴ്സ്. ഭയങ്കര എമ്പതിയുള്ള കുട്ടിയാണ്. പഠിക്കാൻ തീരെ താല്പര്യമില്ല, പക്ഷെ ഭയങ്കര എമ്പതിയുള്ളൊരു കുട്ടിയാണ്. ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഇന്നത്തെ കാലത്ത് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം ഒത്തിരിയുണ്ട്, പക്ഷേ എമ്പതിയുള്ള കുട്ടികൾ വളരെ കുറവാണ്. അപ്പോൾ ചില കുട്ടികൾക്ക് ഒരു ഡിഫറെൻറ്റ് വയറിംഗ് ആണ്, ചില കുട്ടികൾ വളരെ യുണീക്കാണ്. പക്ഷെ ആ യുണീക്നെസ്സിനെ പേരൻസ് ഇഷ്ടപ്പെടുന്നുണ്ടോ? ആ യുണീക്നെസ്സിനെ പേരൻസ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ? പലപ്പോഴും അത് സംഭവിക്കാതിരിക്കുമ്പോൾ കുട്ടികളെ സംബന്ധിച്ച് വളരെ സാഡാവാൻ കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ വളരെ റീസണബിളായിരിക്കണം. നമ്മുടെ കുട്ടിക്ക് ചേരുന്ന ലക്ഷ്യങ്ങൾ, നമ്മുടെ കുട്ടിക്ക് ചേരുന്ന അഡ്വൈസുകളും, നമ്മുടെ കുട്ടിക്ക് ചേരുന്ന സ്റ്റാൻഡേർഡ്സും ഒക്കെ നമ്മളും കീപ്പ് ചെയ്താൽ നമ്മളും കുട്ടികളും തമ്മിലുള്ളൊരു ഗ്യാപ്പ് വളരെ കുറയും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. ഹോപ്പ്ഫുള്ളും പോസിറ്റീവും ആയിരിക്കുക. പേരൻസ് എപ്പോഴും ഹോപ്പ്ഫുള്ളായിട്ട് സംസാരിക്കുക. എല്ലാം മുടിഞ്ഞു, ഇനി ഒന്നിനും കാര്യമില്ല, ഇതൊക്കെ എന്തോ ആണ്, ഇനി രക്ഷപ്പെടത്തില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ധാരാളം പേരൻസ് ഉണ്ട്. അത് അവരുടെ ഫ്രസ്ട്രേഷൻസാണ്. അങ്ങനെ പറയുന്ന പേരൻസിൻ്റെ മക്കൾ നാളെ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എത്ര കഠിനമായ സാഹചര്യങ്ങൾ വളരെ ഹോപ്പ്ഫുള്ളായി നിൽക്കുക. കാരണം നമ്മളിലേക്കാണ് അവർ നോക്കുന്നത്, നമ്മുടെ കണ്ണുകളിലാണ് അവർ പ്രതീക്ഷ വെച്ചിരിക്കുന്നത്. അവിടെ വലിയ നിരാശയാണ് നമ്മൾ പ്രതിഫലിപ്പിക്കുന്നതെങ്കിൽ ആ കുട്ടികൾ തളർന്നു പോകും. 13-14 വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങൾ ഒട്ടും മെച്ചുവേർഡല്ല. അവരൊരു ആശ്രയത്തിന് വേണ്ടി നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ
എത്ര വലിയ തകർച്ചയിലും ഒരു ശക്തമായ പ്രത്യാശ അവർക്ക് കൊടുക്കാൻ, ഒരു പോസിറ്റിവിറ്റി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് അവരെ പിടിച്ചു നിൽക്കാൻ വളരെയധികം നമ്മൾ കുട്ടികളുമായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളപ്പോൾ, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നമുക്ക് കുട്ടികളുടെ കാര്യത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെക്കാളും വേറെ കുട്ടിക്കുണ്ട്. ചിലപ്പോൾ അവരത് പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ പുറത്ത് കാണിക്കുന്ന വേറെ രീതിയിലായിരിക്കും. പലരും ചോദിക്കാറുണ്ട്, ഞാൻ പറയുന്ന ഇതിനൊക്കെ നേരെ വിപരീതമാണല്ലോ കുട്ടികൾ കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളോട് ഇഷ്ടം വരുമ്പോഴാണ് നമ്മളുടെ ഫിലോസഫിയൊക്കെ അവർ ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നത്. നമ്മളോട് ഇഷ്ടം വരുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അവരുടെ ആഗ്രഹങ്ങളാകുന്നത്. നമ്മളോടൊരു ഇഷ്ടക്കുറവുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും നല്ലൊരു രീതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളുടെ പ്രതീക്ഷകൾക്കും എതിരായിട്ട് പലതും കാണിക്കുക. നമ്മൾ കാണുന്ന സിനിമ ആയിരിക്കത്തില്ല കുട്ടി കാണുന്ന സിനിമ, അതുപോലും ഇഷ്ടമല്ല. നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നിടത്ത് അതിന് പോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് കഴിക്കത്തില്ല. ഇതൊക്കെ ഒരു പരിധിവരെ കുട്ടികളുടെ നീരസങ്ങൾ നമ്മളോട് പ്രകടിപ്പിക്കുന്ന ഒരു രീതിയും കൂടെയാണ്. അതും നമ്മൾ മനസ്സിലാക്കണം. കുട്ടികൾ നമ്മൾ പറയാതിരുത്തത് കേൾക്കാതിരിക്കുന്ന പോലും ഒരു അറ്റൻഷൻ സീക്കിങ്ങാണ്. അവർ കേൾക്കാതിരിക്കുന്നതിലൂടെ അവർ ബാർഗെയിൻ ചെയ്യുകയാണ്. നിങ്ങൾ കൂടുതൽ എന്നെ അറ്റൻഡ് ചെയ്യും, എന്നെ കൂടുതൽ സ്നേഹിക്കുക, എന്നെ കൂടുതൽ കരുത് എന്നുള്ള ഒരു ആർഗ്യുമെൻ്റാണ് ഇൻഡയറക്റ്റായിട്ട് നമ്മളോട് തന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ളതും ചിലപ്പോൾ ഒരു കാരണമാകാം. അതുകൊണ്ട് കുട്ടികളെ വളരെ പോസിറ്റീവായിട്ട് സ്നേഹിക്കുന്നത് അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുക. അവരുമായിട്ട് റാപ്പ് ഉണ്ടാക്കണമെങ്കിൽ, അവരെ ഇൻസ്പയർ ചെയ്യണമെങ്കിൽ, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ അൺകണ്ടീഷണലായിരിക്കണം സ്നേഹം. മാർക്കുമായിട്ട്, പഠിത്തവുമായിട്ട്, ഏതെങ്കിലും കാര്യങ്ങളുടെ കണ്ടീഷൻസുമായിട്ട് അതിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതൊരു കണ്ടീഷണൽ ലവാണ്. അതൊരു പേരൻറ്റിന് ചേർന്നതല്ല. ഒരു പേരൻറ്റ് മക്കളെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുക, വാട്ട് എവർ മേ ബി ദ ഔട്ട്കം. അതും കാരണം കുട്ടികൾക്ക് തോന്നരുതും പേരൻസ് ഒരു മെറ്റീരിയലിസ്റ്റിക്കാണ്, ഇവർ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നൊരു സന്ദേശം കുട്ടികൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു ട്രസ്റ്റ് നഷ്ടപ്പെടും, അവിടെ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടും, അവിടെ ഒരു കുട്ടിക്ക് ഒരു ആത്മാഭിമാനം നഷ്ടപ്പെടും, റെസ്പെക്റ്റ് നഷ്ടപ്പെടും. അത് വളരെ ഡാമേജിങ് ആണ്. കുട്ടികളെ ഹോൾസം ആയിട്ട് അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുക. കാരണം അത് അവരുടെ ഒരു അവകാശമാണ്. നമ്മളൊരു കുട്ടിയെ ലോകത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളുടെ മനസ്സിൽ തന്നെ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം, ആ കുട്ടിയെ അൺകണ്ടീഷണലായി സ്നേഹിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. ഒരു കുട്ടി സ്ലോ ആണെന്നും പറഞ്ഞാൽ ആ കുട്ടി എപ്പോഴും വഴക്ക് പറഞ്ഞാൽ ആ കുട്ടിക്ക് സ്പീഡുള്ള കുട്ടിയാകാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. 4 പ്രാവശ്യം പറയണം എല്ലാം, 10 പ്രാവശ്യം പറയണം എല്ലാം എന്നൊക്കെ പറയുമ്പോൾ ചില കുട്ടികൾ വളരെ സ്ലോ ആയിരിക്കും. അതിൻ്റെ ബ്രെയിൻ വളരെ സ്ലോ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. റിപ്പീറ്റഡായിട്ട് പറയുമ്പോഴായിരിക്കും അതൊരു കാര്യത്തോട് ശ്രദ്ധിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കുട്ടികളുടെ ബ്രെയിനിൽ അതിനനുസരിച്ചുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. ആ കുട്ടികളെ നമ്മൾ കൂടുതൽ ബഹളം വയ്ക്കുകയും വഴക്ക് പറയുകയും ചെയ്താൽ ആ കുട്ടികൾ കൂടുതൽ മോശമാകുകയല്ലാതെ ഒട്ടും മെച്ചമാകില്ല. നേരെ മറിച്ച് ആ കുട്ടിയെ അൺകണ്ടീഷണലായിട്ടും സ്നേഹിച്ചോണമെങ്കിൽ ആ കുട്ടിയുടെ കുറവുകളെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു, അല്ലെ ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു, കുഴപ്പമില്ല മോനെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു, ഞാൻ ഉണ്ടാകാം എൻ്റെ കൂടെ എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിയുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസ് ആ കുട്ടിയുടെ ബ്രെയിനിനെ കൂടുതൽ പോസിറ്റീവാകും. പക്ഷെ അതിനൊന്നും നമുക്ക് ക്ഷമയില്ലെങ്കിൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് വരും. നമ്മുടെ ഒരു വിചാരം ബഹളവും അടിയും വഴക്കും പേടിപ്പിക്കലും വിരട്ടലും ഒക്കെ കൊണ്ട്, പക്ഷെ അതിനൊക്കെ ഒരു ഷോർട്ട് ടേമായിട്ടേ നിൽക്കത്തുള്ളൂ. ഒരു 10ാം ക്ലാസ് വരെയൊക്കെ പല ആൾക്കാരും പറയാറുണ്ട്, 10ാം ക്ലാസ് വരെയൊക്കെ പക്കയായിരുന്നു സാർ, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ അങ്ങ് തിരിഞ്ഞു. എന്താണ് നേരെ തിരിയുന്നത്? അപ്പോഴത്തേക്ക് കുട്ടിയുടെ പേടി പോയി, കുട്ടി നേരെ തിരിഞ്ഞു. കാരണം അത് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിലേക്കുള്ള യാത്രയായിരുന്നില്ല. സസ്റ്റൈനബിളായി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കുട്ടികൾ തമ്മിലൊരു വലിയ ആത്മബന്ധം ഉണ്ടെങ്കിലേ സാധിക്കുള്ളൂ. വളരെ പ്രധാനമാണ്. മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള ആ കണ്ടീഷൻസൊക്കെ ഒന്ന് മാറ്റിവെച്ച് ലൈഫിന്, ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത്, നമ്മുടെ ബന്ധത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത്, ആ റിലേഷൻഷിപ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ആ കരുതൽ ഒക്കെയാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കേണ്ടത്. അതാണ് നമ്മൾ ഭക്ഷണ കാര്യങ്ങൾ, കുട്ടികളുമായിട്ട് സംസാരിക്കുന്നതൊക്കെ എന്തൊക്കെയാണ് ഭക്ഷണ കാര്യങ്ങൾ, അവരുടെ ഇഷ്ടങ്ങൾ, സന്തോഷങ്ങൾ, കൊച്ചു കഥകൾ, കൊച്ചു വർത്താനം എന്നൊക്കെ പറയും. ഇങ്ങനെയൊക്കെ സംസാരിക്കും. അല്ലെങ്കിൽ വന്ന ഉടനെ തന്നെ കുട്ടികളോട് മാർക്ക്, ഇങ്ങനെയൊക്കെയുള്ള കാര്യം ഇതൊക്കെ ആവാം. ഇതൊക്കെ കുറച്ച് ലേറ്റായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പൊക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് കുട്ടി വരും. ഞാൻ ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഇഷ്യൂസൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയും മനസ്സിലാക്കി അതിലിറങ്ങി ചെല്ലുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൺസേൺസിനോടും അവർ റെസ്പോണ്ട് ചെയ്യും. അയ്യോ അമ്മയ്ക്കും അച്ഛനൊക്കെ ഇങ്ങനെ ചില ആഗ്രഹങ്ങളുണ്ടെന്നൊക്കെ അവർക്ക് തോന്നുകയും അതിനുവേണ്ടിയൊക്കെ പോസിറ്റീവായിട്ട് ഒന്ന് പ്രവർത്തിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യും. എത്ര സിൻസിയറും ജെന്യുവിനുമാണ് നമുക്ക് അവരോടുള്ള ആ കൺസേണും സ്നേഹവും മനസ്സിലാക്കലും എങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള റെസിപ്രോക്കേഷൻസ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. കാരണം അവർ മനുഷ്യരാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താ?
റെസ്പെക്റ്റ് കൊടുത്താൽ റെസ്പെക്റ്റ് തിരിച്ചു തരും. ഇല്ലെങ്കിൽ എന്തെങ്കിലും ജനറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഇഷ്യൂ അല്ലെങ്കിൽ മെൻ്റൽ ഇഷ്യൂ എന്തെങ്കിലും കാണണം. ഒരു നോർമൽ കുട്ടിയെ സംബന്ധിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് ഇങ്ങോട്ടും വരുന്നത്. ഇനി അങ്ങനെ വരുന്നില്ല, അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള കുട്ടിയായിരിക്കും. അതിന് വേണ്ട കാര്യങ്ങൾ വേറെ ചെയ്യണം. അതൊക്കെ നമ്മൾ ധാരാളം സംസാരിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ കോമൺ ആയിട്ടുള്ള ചില ഇൻട്രസ്റ്റൊക്കെ കണ്ടെത്തുക, ഒരുമിച്ച് പ്രവർത്തിക്കുക, ഒരുമിച്ച് ഇരിക്കുക, ഒരുമിച്ച് വർക്ക് ചെയ്യാനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. ഞാനെപ്പോഴും പേരൻസിനോട് പറയാറുണ്ട്, നമ്മുടെ അടുത്ത് വന്ന് കുട്ടികൾ കിടക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളോടുള്ള ഇഷ്ടമാണ് കാണിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അവരെ ഓടിച്ചു വിടാനൊന്നും ശ്രമിക്കരുത്. അവിടെ എങ്ങനെ കൂടുതൽ നേരം കിടത്താം, പെട്ടെന്ന് അന്നേരം പഠിത്തത്തിൻ്റെയും ഹോംവർക്കിൻ്റെയും കാര്യം എടുത്തിട്ട് ആ കിടപ്പ് നശിപ്പിക്കരുത്. അവർ കുറച്ച് നേരം അവിടെ കിടക്കട്ടെ. കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റൊക്കെ കുറേ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങളാണ് ഇതൊക്കെ. ഒരുമിച്ച് വർക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പിന്നെ അമ്മയും മോളും കൂടെ അടുക്കളയിൽ പോയി ഒരു കാര്യം ചെയ്യുന്നു, അത് ഷെയർ ചെയ്തൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ബോണ്ടുണ്ട്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ അച്ഛൻ വെളിയിലോട്ട് പോകുമ്പോൾ അച്ഛൻ ഞാനിവിടെ വരട്ടെ എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ആ പിതാവിനോട് അല്പം സമയം ചിലവഴിക്കാനുള്ള ആഗ്രഹമാണ്. പല കുട്ടികളും ഇന്ന് ടീനേജിൽ അപ്പൻ്റെ കൂടെ അങ്ങനെ ചോദിക്കാറുമില്ല, അപ്പനോട്ട് അങ്ങനെ ഇൻവൈറ്റ് ചെയ്യാറുമില്ല. എന്താ കാര്യം? ചോദിക്കാത്തത് ആ കാറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അന്നേരം തുടങ്ങും ഉപദേശം, അല്ലെങ്കിൽ കുറേ കുറ്റം പറച്ചിൽ. അതുകൊണ്ടാണ് പല കുട്ടികളും ചോദിക്കാത്തത്. പിന്നെ പേരൻസിനും അതിനുള്ളൊരു സെൻസിറ്റിവിറ്റി ഇല്ല. ആ കുട്ടികളെ കുറച്ച് നേരം നമ്മുടെ കൂടെ പോയി, എൻ്റെ കുട്ടിക്കാലം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ തിരുവനന്തപുരത്താണ് ചെറിയ പ്രായത്തിലൊക്കെ വളർന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ അച്ഛൻ വൈകുന്നേരങ്ങളിലൊക്കെ ചില പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാൻ പോകും. അപ്പോൾ അദ്ദേഹം പലപ്പോഴും എന്നെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നീട് നല്ല ഒരു പ്രഭാഷകനാകാനൊക്കെ എന്നെ പ്രേരിപ്പിച്ച ഏറ്റവും വലിയ ഘടകം ഞാൻ ചെറിയ പ്രായത്തിലൊക്കെ കേട്ടിട്ടുള്ള നല്ല പ്രസംഗങ്ങളും മറ്റുമൊക്കെയാണ്. അതിൻ്റെ ഒരു ഡെപ്ത്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ചെറിയ പ്രായത്തിലേ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അത് ആ സമയത്ത് ഹോംവർക്കൊക്കെ ചെയ്യേണ്ടതാണ്. പക്ഷേ എന്നാലും അതിനേക്കാളും വലുതാണ് ഒരു വലിയ സ്പീച്ച് കേൾക്കുന്നത്. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ വളരെ പ്രഗത്ഭരായിട്ടുള്ള തിരുവനന്തപുരത്തെയും കേരളത്തിലേക്ക് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെയൊക്കെ നേരിട്ട് കേൾക്കാനുള്ള അവസരങ്ങൾ, ഇന്ത്യയിലെ മിക്കവാറും അന്നത്തെ പ്രധാനമന്ത്രിമാർ, പ്രതിപക്ഷ നേതാക്കന്മാർ, അങ്ങനെയുള്ള നാഷണൽ ലീഡേഴ്സിനെയൊക്കെ കേൾക്കാൻ അവസരങ്ങൾ ചെറിയ പ്രായത്തിലേക്ക്. അപ്പോൾ അതൊക്കെ ആ ഒരു ബോണ്ട് വർദ്ധിപ്പിക്കുകയാണ്. കൂടെ പോകാനും കൂടെ പോകുന്ന സമയത്തൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു തരും, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ആ പ്രസംഗത്തെക്കുറിച്ചും ആ വന്ന ആളിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരും. ഇതൊക്കെ എൻ്റെ ലോക കാഴ്ചപ്പാടുകളെ ഉയർത്താൻ സഹായിച്ചു. ഇന്ന് ഒരു മൈക്രോ മാനേജ്മെൻറ്റാണ്, അത് വലിയ അപകടകരമാണ്. അതുപോലെ വളരെ പ്രധാനമാണ് കുട്ടികളുടെ ഒരു ടാലൻറ്റിനും ഇൻട്രസ്റ്റിനും എഗൻസ്റ്റായിട്ട് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കരുത്. പല പേരൻസും അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെയല്ല, കുട്ടിയെ മനസ്സിലാക്കുക, കുട്ടിയുടെ ഒരു യുണീക്നെസ് മനസ്സിലാക്കുക. കുട്ടിക്കൊരു നാച്ചുറൽ ഫ്ലോ ഉണ്ട്, അതുപോലെ ഒരു നാച്ചുറൽ റിതമുണ്ട്. ഇത് ഓഫ്സെറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. കുട്ടി അങ്ങനെയാണ്. ചില കുട്ടികൾക്ക് ഒരു പിന്നെ ലിറ്ററേച്ചറിനോടൊക്കെ ആയിരിക്കും താല്പര്യം, ഉടനെ തന്നെ എൻജിനീയറാക്കാനൊന്നും ശ്രമിച്ച് കളയരുത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പേരൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ചില കുട്ടികളെ സംബന്ധിച്ച് അവർക്കൊരു നല്ല ടീച്ചറൊക്കെ ആവാനായിരിക്കാം, നല്ലൊരു ആർട്ടിസ്റ്റ് ആകാനായിരിക്കാം, നല്ലൊരു കളിക്കാരനാകാൻ. അപ്പോൾ അതിലെങ്ങനെ ബെസ്റ്റ് ആക്കാം, അപ്പോൾ അതാണ് ശ്രമിക്കേണ്ടത്. മോനെ സയൻസ് എടുത്ത് +2 കഴിഞ്ഞിട്ട് എന്തിനു വേണേൽ പോക്കോ, പക്ഷേ സയൻസ് എടുത്ത് +2 പഠിക്കണം എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആ കുട്ടി എന്നോട് പറഞ്ഞ് ഈ സയൻസ് കാരണം എനിക്ക് കളിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ അവന് കളിക്കാനുള്ള എല്ലാ അവസരങ്ങളും അതോടുകൂടി ഇല്ലാതാവുകയും ആ കുട്ടി മുഴുവൻ സമയം ട്യൂഷന് പോവുകയും ആ കുട്ടി ഭയങ്കരമായിട്ട് ഇമോഷണലി ട്രിഗേർഡ് ആവുകയും വലിയ വയലൻസിലേക്ക് പോവുകയും ഒക്കെ ചെയ്ത ഒരു സ്റ്റോറിയാണ് പിന്നീട് പറയാനുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ വളരെ പ്രധാനമാണ് ഈ ടീനേജ് കാലഘട്ടത്തിൽ അവരുമായിട്ട് അടുക്കണമെങ്കിൽ അഡ്വൈസുകൾ നിർത്തുക, കുറ്റം പറച്ചിൽ നിർത്തുക. അതിന് പകരം അവരുമായിട്ട് നല്ല തുറന്ന സംഭാഷണങ്ങളിൽ ഏർപ്പെടുക. ഒരു ചോദിക്കാം, മോനെ അച്ഛനെന്ന നിലയിൽ എനിക്കെന്തെങ്കിലും മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാറൊന്ന് സംസാരിക്കണം. ഞാനല്ല സംസാരിക്കണം, നിങ്ങൾ തന്നെ ചോദിക്കണം. ആസ് എ മദർ, ഹൗ ഡു യു റേറ്റ് മീ? ഞാൻ എങ്ങനെയുണ്ട്, എനിക്കെന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരണം. ഇതൊക്കെ ഒരു അടുപ്പം വന്നു കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഒക്കെ എടുത്ത് കളഞ്ഞ് കുറേ കൂടെ ഒരു സാന്ദ്രതയുള്ള സ്നേഹത്തിലേക്കും കരുതലിലേക്കും മനസ്സിലാക്കലിലേക്കും കേൾവിയിലേക്കും ഒക്കെ ആഴ്ന്നിറങ്ങാനുള്ള മനോഹരമായ അവസരമാണ്. കുട്ടികളിലെ പ്രശ്നങ്ങൾ തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം പ്രശ്നങ്ങളുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ആ കുട്ടിയിൽ ഒരുപാട് ഇടപെടാൻ അവസരങ്ങളുണ്ട്. നല്ലൊരു പേരൻ്റ് ഉയർന്ന് ചിന്തിച്ച് കൂടുതൽ ആ കുഞ്ഞിലേക്ക് ഇടപെടുകയും അതവർ തമ്മിലുള്ള വലിയ ബോണ്ട് ഉണ്ടാക്കുകയും ചെയ്യും. അതിന് നമ്മളുടെ മാനസികാരോഗ്യം ഉയർന്നു നിൽക്കേണ്ടതുണ്ട്. നല്ലതെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാനൊരു കാര്യം എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് പേരൻസിന് ഈ വീഡിയോസൊക്കെ വലിയ ഇഷ്ടമുണ്ട്. ഒരുപാട് പേര് അതൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ കമൻസും മറ്റും അതുപോലെ സംശയങ്ങളും ഒക്കെ
ഇതിൽ എഴുതണം, കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. ഇത് കുറച്ചുകൂടെ വ്യൂവർഷിപ്പ് ഈ ഒരു വീഡിയോയ്ക്ക് ആവശ്യമാണ്. നിങ്ങൾ ഓരോരുത്തരും കുറച്ച് പേരെയും കൂടെങ്കിലും കൂടുതൽ ആൾക്കാർക്ക് ഇത് കാണാനുള്ള അവസരങ്ങൾ കൊടുക്കും. അപ്പോൾ ഇതൊക്കെ ഇത്തരം കാര്യങ്ങളോടൊക്കെ മനസ്സിലാക്കി നമ്മുടെ പേരൻസ് കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെടട്ടെ. എല്ലാവർക്കും സന്തോഷം നേരുന്നു. ഹാപ്പി ലിവിങ്.